ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. മൊബൈൽ ഫോൺ ക്യാമറ കൊണ്ടുള്ള ബുദ്ധിമുട്ട് പൊതുജനങ്ങൾക്ക് മാത്രമല്ല മിണ്ടാപ്രാണികൾക്ക് വരെ രക്ഷയില്ലാതാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നരിക്കുനിക്ക് സമീപം പ്രസാദ് എന്ന കൊമ്പനിടഞ്ഞത് ഇത്തരത്തിലൊരു പ്രകോപനത്തിന്റെ ഭാഗമായിരുന്നു. ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്ന മലയാളിയുടെ മനോഭാവത്തിന് മാറ്റം വന്നാലേ പൊതുജനത്തിന് രക്ഷയുള്ളൂ. പ്രധാന വാർത്തകളിലേക്ക്. അഴിമതിയും കെടുകാര്യസ്ഥതയും വോട്ട് ബാങ്ക് രാഷ്ട്രീയവും കോൺഗ്രസിന്റെ ചരിത്രമാണെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ. സഹകരണ ബാങ്കുകളിൽ കള്ളപ്പണ നിക്ഷേപമെന്ന് ആദായ നികുതി വകുപ്പ്. അക്കൌണ്ടുകളുടെ ഉറവിടം വെളിപ്പെടുത്തിയില്ലെങ്കിൽ നടപടിയെന്നും ഇൻകം ടാക്സ് കമ്മീഷണർ. ചുംബന സമരത്തിന് കൂട്ടുനിന്ന പോലീസ് കമ്മീഷണർക്കെതിരെ സർക്കാർ നടപടിയെടുക്കണമെന്ന് AIYF ജില്ലാ സെക്രട്ടറി പി ഗവാസ്. വാർത്തകൾ വിശദമായി. സർക്കാരിന്റെ അഴിമതിയും കെടുകാര്യസ്ഥതയും വോട്ട് ബാങ്ക് രാഷ്ട്രീയവുമെല്ലാം കോൺഗ്രസിന്റെ ചരിത്രമാണെന്നും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ലെന്നും ബിജെപി സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ മെഗാ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മേഖലാ ശില്പശാല കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാരിന്റെ അഴിമതിയും കെടുകാര്യസ്ഥതയും വോട്ട് ബാങ്ക് രാഷ്ട്രീയവുമെല്ലാം കോൺഗ്രസിന്റെ ചരിത്രമാണെന്നും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ലെന്നും ബിജെപി സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ. എന്നാൽ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ പ്രതിപക്ഷം എന്തുകൊണ്ട് മടിക്കുന്നു എന്നതിലാണ് ജനങ്ങൾക്ക് അത്ഭുതമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബിജെപി സംഘടിപ്പിക്കുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി കോഴിക്കോട് നടന്ന മേഖലാ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് കോൺഗ്രസിന്റെ അഴിമതിയെക്കുറിച്ചോ കോൺഗ്രസ് ഭരണത്തിൽ ഉദ്യോഗസ്ഥന്മാർ കോടികൾ സമ്പാദിക്കുന്നതിനെ കുറിച്ചോ കോൺഗ്രസിന്റെ ഭരണത്തിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം നടമാടുന്നതിനെ കുറിച്ചോ ഒന്നും തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ അത്ഭുതം. കേരളത്തിലെ ജനങ്ങൾ ഇന്ന് അത്ഭുതപ്പെടുന്നത് ഈ പ്രതിപക്ഷം എന്തുകൊണ്ട് ഇങ്ങനെ നിഷ്ക്രിയമായിരിക്കുന്നു, ഈ പ്രതിപക്ഷം എന്തുകൊണ്ട് ഇത്ര കഴിവുകെട്ട പ്രതിപക്ഷമായിട്ട് നിൽക്കുന്നു. ജില്ലാ പ്രസിഡന്റ് പി രഘുനാഥ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ശ്രീശൻ, സംസ്ഥാന ഉപാധ്യക്ഷന്മാരായ നിർമ്മല കുട്ടിക്കൃഷ്ണൻ, പ്രമീള നായിക്, KR ഉമാകാന്ത്, K സുഭാഷ്, V രാധാകൃഷ്ണ മേനോൻ, VK സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിൽ 3 മേഖലകളിലായി നടക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി 20 ലക്ഷം അംഗങ്ങളെ ചേർക്കുന്നതിനോടനുബന്ധിച്ചുള്ള ആസൂത്രണ പരിപാടിയാണ് 2 ദിവസങ്ങളായി നളന്തയിൽ നടക്കുന്നത്. സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ ഭിന്നശേഷിയുള്ളവർക്കായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ മെച്ചപ്പെടുത്താൻ ഫണ്ട് അനുവദിക്കണമെന്ന് മേയർ AK പ്രേമജം കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മഴവില്ല് ബഡ്സ് BRC കലോത്സവം നളന്തയിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അവർ. പാട്ടുകളും കഥകളും നൃത്തവുമായി ബഡ്സ് BRC കലോത്സവം നളന്തയിൽ നടന്നു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മഴവിൽ 2014 എന്ന് പേരിട്ട കലോത്സവത്തിൽ നിരവധി കുട്ടികളാണ് പങ്കെടുത്തത്. മേയർ AK പ്രേമജം പരിപാടി ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യനീതി വകുപ്പിനു കീഴിൽ ഭിന്നശേഷിയുള്ളവർക്കായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ മെച്ചപ്പെടുത്താൻ കൂടുതൽ ഫണ്ട് അനുവദിക്കണമെന്ന് മേയർ ആവശ്യപ്പെട്ടു. ഈ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന് വേണ്ടി ലഭിച്ചു എന്നത് അത് എത്ര തുച്ഛമായ സംഖ്യയാണെന്ന് പറയാൻ എനിക്ക് മടിയില്ല. ഇത്തരം സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ഫണ്ട് ലഭിക്കേണ്ടത് അത്തരം സ്ഥാപനങ്ങളുടെ മെച്ചപ്പെട്ട പ്രവർത്തനത്തിന്, ഇവിടെ വരുന്ന കുട്ടികളുടെ ഭാവി കുറെ കൂടി മെച്ചപ്പെടുത്താൻ ആവശ്യമായ പ്രവർത്തനത്തിന് അനിവാര്യമാണെന്ന് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചടങ്ങിൽ PK അസീസ് അധ്യക്ഷത വഹിച്ചു. P സുരേന്ദ്ര മാസ്റ്റർ, NC ഹംസക്കോയ, K പവിത്രൻ, K മഞ്ജുള, ആയിഷ ഉമ്മർ, K വിജു തുടങ്ങിയവർ സംസാരിച്ചു.
ചുറ്റും കൂടി നിൽക്കുന്നവരുടെ ആർപ്പുവിളിയും ബഹളവുമാണ് അധികം ആനകളെയും പരിഭ്രാന്തിയിലാക്കുന്നതും അക്രമകാരികളാക്കുന്നതും. കഴിഞ്ഞ ദിവസം നരുക്കുനിയിൽ സംഭവിച്ചതും ഇതുതന്നെ. ശാന്തനായ പ്രസാദിനെ പരിഭ്രാന്തിയിലാക്കിയത് ആളുകൾ ബഹളം വെച്ചതുകൊണ്ടും ഉപദ്രവിച്ചതുകൊണ്ടുമാണ്. നരുക്കുനി പുന്നശ്ശേരിയെ ഒരു ദിനം വിറപ്പിച്ച കൊമ്പനെ കാണാൻ തളച്ച വേങ്ങേരിപ്പറമ്പിലെത്തിയത് നിരവധി പേരാണ്. എന്നാൽ അവരറിഞ്ഞ അക്രമിയായിരുന്നില്ല പ്രസാദ്. ചങ്ങലയോട് ഗുസ്തി പിടിക്കാതെ ശാന്തഭാവത്തോടെ തുമ്പിക്കൈയാട്ടി തീറ്റിയെടുക്കുകയായിരുന്നു അവൻ. കഴിഞ്ഞ ദിവസം കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളുടെ വേദനയിൽ ചെറിയ ഒരു ഭയത്തോടെയാണ് അവൻ കാണാനെത്തിയവരെ ഒന്ന് നോക്കിയത്. ചിലർ ഫോട്ടോയെടുത്തും ചിലർ ക്രൂരമായും മൂക്കത്ത് കൈവച്ചും അവനെ നോക്കി. ചിലർ അവനെ നോക്കാനും ഭയന്നു. കഴിഞ്ഞ ദിവസമാണ് കൊമ്പൻ നാടിനെ വിറപ്പിച്ചത്. രാവിലെ തളയ്ക്കാനായി കൊണ്ടുവന്നപ്പോഴാണ് പാപ്പാനെ കുത്തിയ ശേഷം കൊമ്പൻ റോഡിലിറങ്ങി കോപിതനായി വൈദ്യുതി തൂണും കാറുകളും ബൈക്കും മതിലുമെല്ലാം ഇടിച്ച് തകർത്തത്. എന്നാൽ ആന അക്രമിയായത് എന്തുകൊണ്ടെന്ന് ചിന്തിക്കാനോ അവനെ കൂടുതൽ പരിഭ്രാന്തിയിലാക്കാതെ ശാന്തനാക്കാനോ ആരും ശ്രമിച്ചില്ല. കല്ലെറിഞ്ഞും ബഹളമുണ്ടാക്കിയും കൊമ്പനെ കൂടുതൽ അക്രമിയാക്കിയത് അവിടെ കൂടി നിന്ന ആളുകൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ പ്രസാദ് ഏറെ ശാന്തനും എന്നാൽ കർക്കശക്കാരനുമാണെന്ന് ആനയെ പുന്നശ്ശേരി ചന്തച്ചം വീട്ടിൽ പറമ്പിൽ തളയ്ക്കുമ്പോൾ പരിചരിക്കാറുള്ള സുലോചന പറയുന്നു. എന്നും തളയ്ക്കുന്ന സ്ഥലത്തു നിന്നും മടക്കി വിളിച്ചതിന്റെ ദേഷ്യത്തിലാണ് കുതറിയ ആനയുടെ തട്ടേറ്റ് പാപ്പാൻ വിജയൻ വീണത്. നിലത്ത് വീണ വിജയനെ കൊമ്പൻ കുത്തുന്ന ബഹളം കേട്ട് ഓടിയെത്തിയ സുലോചനയുടെ പ്രസാദ് എന്ന വിളി കേട്ടതോടെ ആന തിരിഞ്ഞു നിൽക്കുകയും തോട്ടിച്ചാരിയതോടെ ശാന്തനാവുകയും ചെയ്തു. ഏറെ നേരമാണ് ഒരിടത്തും ബന്ധിക്കാതെ പ്രസാദ് നിന്നത്. എന്നാൽ തളയ്ക്കാനായി വന്നവർ ആദ്യ കുരുക്കിട്ടപ്പോൾ കുടുങ്ങിയെന്ന് കരുതി ചുറ്റും കൂടി നിന്നവർ ബഹളം വെച്ചതോടെയാണ് പ്രസാദ് വിരണ്ടോടിയത്. നിന്നിടത്തു നിന്ന് നേരെ ഓടാതെ വഴി തിരിഞ്ഞു ഓടിയതാണ് വൻ ദുരന്തം ഒഴിവാക്കിയത്. വാഹനങ്ങളും വൈദ്യുതി തൂണുകളും മതിലും അടിച്ചു തകർക്കുന്നതിനിടയിൽ കൊമ്പന് മുറിവേറ്റിരുന്നു. പ്രസാദിനെ എല്ലാവരും അക്രമിയാക്കുകയായിരുന്നുവെന്ന് അടുത്തറിയാവുന്നവരും പറയുന്നു. ആക്രമിക്കുമ്പോഴും ഇഷ്ടമില്ലാത്തത് ചെയ്യുമ്പോഴും മാത്രമാണ് മനുഷ്യരും കോപിക്കുന്നതും അക്രമികളാവുന്നതും. മൃഗങ്ങളുടെ കാര്യത്തിലും അതുതന്നെയാണ്. അവരെ വേണ്ടതുപോലെ പരിപാലിക്കുകയും സ്നേഹിക്കുകയും ചെയ്താൽ മാത്രം മതി. കോഴിക്കോട് നടന്ന ചുംബന സമരത്തിൽ അക്രമത്തിന് കൂട്ടുനിന്ന സിറ്റി പോലീസ് കമ്മീഷണർക്കെതിരെ സർക്കാർ നടപടിയെടുക്കണമെന്ന് AIYF ജില്ലാ സെക്രട്ടറി P. ഗവാസ് ആവശ്യപ്പെട്ടു. AIYF ASF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ദിവസം കോഴിക്കോട് മൊഫീസിൽ ബസ് സ്റ്റാൻഡിൽ നടന്ന സംഭവത്തിൽ അക്രമികൾക്ക് അഴിഞ്ഞാടാൻ അവസരമൊരുക്കിയ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് AISF AIYF ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കോഴിക്കോട് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. DC ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് നഗരം ചുറ്റി കിഡ്സംകോറ പരിസരത്ത് സമാപിച്ചു. കോഴിക്കോട് നടന്ന ചുംബന സമരം അക്രമാസക്തമാക്കിയ സിറ്റി പോലീസ് കമ്മീഷണർക്കെതിരെ സർക്കാർ നടപടിയെടുക്കണമെന്ന് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത AIYF ജില്ലാ സെക്രട്ടറി P. ഗവാസ് പറഞ്ഞു. ഈ കോഴിക്കോട് നഗരത്തിലാണ് പ്രതിഷേധിക്കാനുള്ള അവകാശം പോലും ഇല്ലാത്ത രൂപത്തിൽ അതിശക്തമായി അവരെ അടിച്ചമർത്താൻ വേണ്ടി മറ്റൊരു കൂട്ടർ ശ്രമിച്ചത്. ആ സമരത്തേനോട് പോലീസ് സ്വീകരിച്ച സമീപനത്തിന് പ്രതിഷേധിച്ചുകൊണ്ടാണ് AIYF ഇന്ന് ഈ സമര പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രതിഷേധ പരിപാടികൾക്ക് KP അൻസാർ, ഷർഷാദ് അലി എന്നിവർ നേതൃത്വം നൽകി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് നിള ഓഡിറ്റോറിയത്തിൽ ഹോസ്പിറ്റൽ ഡേ പരിപാടികൾ നടന്നു. വിരമിച്ച ജീവനക്കാരുടെ സംഗമവും വിരമിച്ച മുതിർന്ന ജീവനക്കാരെ ആദരിക്കലും സംഘടിപ്പിച്ചിരുന്നു. പരിപാടികൾ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ആയിഷ ഗുഹരാജ് ഉദ്ഘാടനം ചെയ്തു. സ്നേഹവും അനുകമ്പയും കൂടെയുണ്ടായിരുന്നു പുതുതലമുറയ്ക്ക്. ഹോസ്പിറ്റൽ ഡേയുടെ ഭാഗമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നിള ഓഡിറ്റോറിയത്തിൽ വിരമിച്ച ജീവനക്കാരുടെ സംഗമവും ജീവനക്കാരെ ആദരിക്കലും നടന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ആയിഷ ഗുഹരാജ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഇതൊരു തുടക്കമായി ഇരിക്കട്ടെ, ഭാവിയിലും ഇതുപോലെയുള്ള പരിപാടികൾ ചെയ്യുവാൻ ഇതിന്റെ പ്രഗത്ഭരായ മുൻപന്തിയിലിരിക്കുന്ന ആളുകൾ ശ്രമിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കൂടുതലായി ഒരു പ്രസംഗത്തിന്റെ ആവശ്യം ഇന്നില്ല. ഇന്നത് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ള കടമ മാത്രമാണ് എനിക്കുള്ളത്. അതിന് ലഭിച്ചിട്ടുള്ള ഭാഗ്യം വളരെയധികമാണ്. 1967 കമ്മ്യൂണിറ്റി മെഡിസിൻ പ്രൊഫസറായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ ക്യാമ്പസിൽ എത്തിയ ഞാൻ ഇന്നും ഈ ക്യാമ്പസിൽ തന്നെ ജീവിക്കുന്നു. ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ ശ്രീജയൻ, ഡോക്ടർ VV രാഘവൻ, ഡോക്ടർ വർഗീസ് തോമസ്, ഡോക്ടർ ആനി,
PH മേരി, P ദിലീപ് എന്നിവർ സംസാരിച്ചു. ഹോസ്പിറ്റൽ പ്രിൻസിപ്പൽ ഡോക്ടർ C രവീന്ദ്രൻ അധ്യക്ഷം വഹിച്ചു. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ. നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു സ്റ്റാർ ഉണ്ട്. ഇത് തിരുവനന്തപുരത്തെ സ്റ്റാർ വിവേക്, ഇത് കോഴിക്കോട്ടെ സ്റ്റാർ നസീർ, ഇത് കോട്ടയത്തെ സ്റ്റാർ ലക്ഷ്മി, ഇത് കൊച്ചിയിലെ സ്റ്റാർ രാഹുൽ, ഇത് തൃശൂരിലെ സ്റ്റാർ ഐശ്വര്യ, ഇത് കണ്ണൂരിലെ ലിറ്റിൽ സ്റ്റാർ നേഹ. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സ്റ്റാർസ് കളക്ഷൻസ്. ഫാഷൻ ലോകത്തെ വലിയ വിസ്മയങ്ങൾ. വില 250 രൂപ മുതൽ. സ്റ്റൈൽ ആകൂ, സ്റ്റാർ ആകൂ. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. കേരളത്തിലെ 98% അറവുശാലകളും ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന വിവരമറിഞ്ഞിട്ടും സർക്കാർ ഇതിനെതിരെ കണ്ണടയ്ക്കുകയാണെന്ന് സ്വാസ്ഥ്യരക്ഷാ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി SP ഷാജി. അനധികൃത അറവുശാലകൾ അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ട് സ്വാസ്ഥ്യരക്ഷാ സമിതി സംഘടിപ്പിച്ച കോർപ്പറേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അനധികൃത അറവുശാലകൾ പൂട്ടണമെന്നാവശ്യമായി സ്വാസ്ഥ്യരക്ഷാ സമിതി കോർപ്പറേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. മുതലക്കുളത്തുനിന്ന് ആരംഭിച്ച മാർച്ച് കോർപ്പറേഷൻ ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു. സ്വാസ്ഥ്യരക്ഷാ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി SP ഷാജി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ 98% അറവുശാലകളും ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന വിവരം അറിഞ്ഞിട്ടും സർക്കാർ കണ്ണടയ്ക്കുകയാണെന്നും ഇതിനെതിരെ നിരവധി പരാതികൾ നൽകിയെങ്കിലും യാതൊരു നടപടിയും എടുക്കാൻ അധികൃതർ തയ്യാറാകില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. മാലിന്യമുക്ത കേരളം എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് കേരള മാസകലം വൻ രീതിയിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്ന ഈ അവസരത്തിൽ ഏറ്റവും വലിയ മാലിന്യ കൂമ്പാരം അറബ് മാലിന്യങ്ങളുടെ കൂമ്പാരം തന്നെ കേരളത്തിലെ ഈ 3500ഓളം അറവുശാലകൾ പ്രവർത്തിക്കുമ്പോൾ ഇതിന്റെ മാലിന്യം എവിടെ കൊണ്ട് കളയുന്നു എന്ന് ഗവൺമെന്റ് അന്വേഷിക്കണം. പഞ്ചായത്ത്, അധികാരപ്പെട്ട പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഇതെല്ലാം ഉത്തരവാദപ്പെട്ട ആൾക്കാരാണ്. M ലാലു, തിലകരാജ്, മധു പേരാമ്പ്ര എന്നിവർ മാർച്ചിൽ സംസാരിച്ചു. കേരള സാക്ഷരതാ പ്രേരക് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ സാക്ഷരതാ മിഷൻ ഓഫീസ് മാർച്ചും ധർണയും നടത്തി. പ്രേരക്കുമാരുടെ ജോലി സ്ഥിരത ഉൾപ്പെടെയുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. സംസ്ഥാന സാക്ഷരതാ മിഷൻ ജനറൽ കൌൺസിൽ അംഗം VV ദക്ഷിണാമൂർത്തി ഉദ്ഘാടനം ചെയ്തു. കേരള സാക്ഷരതാ പ്രേരക് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ സാക്ഷരതാ മിഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. പ്രേരക്മാരെ സ്ഥിരപ്പെടുത്തുക, സീനിയോറിറ്റി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക, സേവന വേതന വ്യവസ്ഥ നടപ്പിലാക്കുക, മിനിമം വേതനം നടപ്പിലാക്കുക, ബഡ്ജറ്റ് വിഹിതം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ചും ധർണയും നടത്തിയത്. സംസ്ഥാന സാക്ഷരതാ മിഷൻ ജനറൽ കൌൺസിൽ അംഗവും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ VV ദക്ഷിണാമൂർത്തി സമരപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. എന്തായാലും ശോഭനമായൊരു ഭാവിയുണ്ട്. സമരം ചെയ്തിട്ട് എല്ലാവർക്കും നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രേരക്മാർക്കും ആനുകൂല്യം നേടാൻ കഴിയും സംഘടിതമായ ശ്രമത്തിലൂടെ. KSP ജില്ലാ പ്രസിഡന്റ് KC രാജീവൻ അധ്യക്ഷം വഹിച്ചു. KSP സംസ്ഥാന കമ്മിറ്റി അംഗം K ബാലകൃഷ്ണൻ, K സുരേഷ് കുമാർ, A അശോകൻ, മോഹനൻ മാസ്റ്റർ, സുലൈമാൻ എന്നിവർ സംസാരിച്ചു. അങ്ങനെയാണ് നമ്മൾ ഇന്നു മുതൽ സംസ്ഥാന സാക്ഷരതാ മിഷൻ ഓഫീസിന് മുമ്പിലും ധർണ നടത്താൻ വേണ്ടി തീരുമാനിച്ചു. സഹകരണ ബാങ്കുകൾ നിക്ഷേപങ്ങളുടെ ഉറവിടം ആദായ നികുതി വകുപ്പിന് മുമ്പാകെ വെളിപ്പെടുത്തണമെന്ന് ആദായ നികുതി കമ്മീഷണർ PN ദേവദാസൻ. കള്ളപ്പണത്തിന്റെ നല്ലൊരു ഭാഗം സഹകരണ ബാങ്കുകളിലാണ് നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നത്. വിവരങ്ങൾ തരാത്ത ബാങ്കുകൾക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിലെ ഞങ്ങളുടെ എസ്റ്റിമേറ്റ് പറയാം, കേരളത്തിൽ 1 ലക്ഷം കോടി രൂപ സർട്ടിഫിക്കറ്റ് എല്ലാം കള്ളപ്പണമാണെന്ന് നിങ്ങൾ പറയാം. ഒരു 20,000-30,000 കോടി രൂപയിൽ കള്ളപ്പണം തന്നെയാണ്. കോഴിക്കോട് ആദായ നികുതി വകുപ്പ് പരിധിക്കുള്ളിലെ ജനസംഖ്യ 122 ലക്ഷമാണെങ്കിലും കേവലം 2 ലക്ഷം പേർ മാത്രമാണ് ആദായ നികുതി അടയ്ക്കുന്നവർ. നികുതി അടയ്ക്കാത്ത 10,243 പേർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്ന് കോഴിക്കോട് ആദായ നികുതി കമ്മീഷണർ PN ദേവദാസൻ പറഞ്ഞു. സ്വിസ് ബാങ്കുകൾ വരെ വരുമാന വിവരങ്ങൾ വെളിപ്പെടുത്താൻ നിർബന്ധിതരായ സാഹചര്യത്തിൽ കേരളത്തിലെ സഹകരണ ബാങ്കുകൾ അവരുടെ നിക്ഷേപ വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. സഹകരണ ബാങ്കുകൾ നിക്ഷേപങ്ങളുടെ ഉറവിടം ആദായ വകുപ്പിന് നൽകി ശിക്ഷാ നടപടികളിൽ നിന്നും ഒഴിവാകണം. ആദായ നികുതി നൽകേണ്ട എല്ലാവരിൽ നിന്നും അത് ഈടാക്കേണ്ട ചുമതല വകുപ്പിനുണ്ടെന്നും അവർ സ്വമേധയാ നികുതി അടച്ചില്ലെങ്കിൽ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ ആദായ നികുതി വകുപ്പ് നിർബന്ധിക്കപ്പെടുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. വൈദ്യുതി നിയമം പുനഃപരിശോധിക്കുക, എല്ലാവർക്കും താങ്ങാവുന്ന വിലയ്ക്ക് വൈദ്യുതി എത്തിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വൈദ്യുതി ജീവനക്കാർ മാനാഞ്ചിറ സെൻട്രൽ ലൈബ്രറി പരിസരത്ത് മാർച്ച് നടത്തി. വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മാർച്ച് CITU ജില്ലാ ജനറൽ സെക്രട്ടറി T ദാസൻ ഉദ്ഘാടനം ചെയ്തു.
വൈദ്യുതി നിയമം 2013 പുനഃപരിശോധിക്കുക, എല്ലാവർക്കും വൈദ്യുതി താങ്ങാവുന്ന വിലയ്ക്ക് എത്തിക്കുക, വൈദ്യുതി നിയമത്തിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന ദ്രോഹകരമായ ഭേദഗതികൾ പിൻവലിക്കുക, കരാർ തൊഴിലാളികളെ സംരക്ഷിക്കുക, തുല്യ ജോലിക്ക് തുല്യവേതനം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വൈദ്യുതി ജീവനക്കാർ മാനാഞ്ചിറ സെൻട്രൽ ലൈബ്രറി പരിസരത്തേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. മുതലക്കുളം പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ചിൽ എല്ലാ ട്രേഡ് യൂണിയനുകളുടെ നേതാക്കളും പങ്കെടുത്തു. CITU ജില്ലാ ജനറൽ സെക്രട്ടറി ടി ദാസൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. CITU സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ ജയപ്രകാശ്, ശ്രീവത്സൻ, KC രാജൻ, അബ്ബാസ്, പരമേശ്വരൻ, മനോജ്, KK ദിവാകരൻ, മണി തുടങ്ങിയവർ സംസാരിച്ചു. ദാമോദരൻ, സുനിലേശൻ, അരവിന്ദൻ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ഉപനിഷത്ത് കാലത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു പുരസ്കാര സമർപ്പണം കോഴിക്കോട്ട് നടന്നു. അതിവിശിഷ്ടമായ യജ്ഞാഗ്നിയെ സാക്ഷിയാക്കി കശ്യപാശ്രമത്തിൽ ഈ വർഷത്തെ വിദ്യാഭൂഷൺ പുരസ്കാരം PR നാഥന് ആചാര്യ MR രാജേഷ് സമർപ്പിച്ചു. ഉപനിഷത്ത് കാലഘട്ടത്തിലെ ഗുരുകുല സമ്പ്രദായ പ്രകാരമുള്ള യജ്ഞവിശേഷത്തോടെ PR നാഥന് വിദ്യാഭൂഷൺ പുരസ്കാരം സമ്മാനിച്ചു. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിവയിൽ നിന്നുള്ള വിശേഷ സൂക്തങ്ങൾ, ഈശ്വരസ്തുതി, പ്രാർത്ഥനോപാസനാ മന്ത്രങ്ങൾ, സ്വസ്തിവാചനം, ശാന്തീകരണം, ആഘാരവാജ്യ ബാഹാഹുതി, ശിഷ്ടകൃതാഹുതി, പാവമായി ആഹുതി എന്നിവ ചൊല്ലിക്കൊണ്ട് യജ്ഞാഗ്നിയിൽ അഹ്വിസ് പകർന്നുകൊണ്ടായിരുന്നു വിശേഷപ്പെട്ട ഈ പുരസ്കാരം കശ്യപാശ്രമം കുലപതി ആചാര്യ MR രാജേഷ് PR നാഥന് സമർപ്പിച്ചത്. 5001 രൂപയും പ്രശസ്തി പത്രവും മെമന്റോയും അടങ്ങുന്നതായിരുന്നു പുരസ്കാരം. വിദ്യയാണ് ഒരാളുടെ പൂർണ്ണത. അത് നൽകുന്നത് ഗുരുനാഥനാണ്. ഗുരുത്വത്തെ നമുക്കിടയിൽ മനസ്സിലാക്കി തരുന്ന മഹത്തായ കർമ്മമാണ് ആചാര്യ MR രാജേഷ് ചെയ്യുന്നതെന്നും പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് PR നാഥൻ പറഞ്ഞു. മൂന്നാമത്തെ തീർത്ഥാടനം എന്ന് പറയുമ്പോൾ അനവധി രാജ്യങ്ങളും സ്വതന്ത്ര പരിരക്ഷണ സ്ഥലങ്ങളും ഇത്തരം സ്ഥലങ്ങളിൽ നമ്മൾ പോവുക, അനവധി കാര്യങ്ങൾ നിരീക്ഷിക്കുക, ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കുക. ഇതൊഴിച്ച് നമുക്കൊരു ജീവിതം വേണം. ഏറ്റവും പ്രധാനപ്പെട്ട ഇതിന്റെ പേരാണ് ജീവനം എന്ന്. ഗുരുകുലത്തിൽ കഴിഞ്ഞ 5 വർഷമായി വേദം പഠിച്ച PP ഉണ്ണികൃഷ്ണൻ, VP ബാലകൃഷ്ണൻ, O ബാബുരാജ്, P ഹരിദാസ്, K ചന്ദ്രൻ, M മുരളീധരൻ, ശശിധരൻ K, C സുരേഷ്, O പ്രദീപൻ, CK സുജിത് കുമാർ, NK രാജൻ, ഷിനോജ് E, K ചന്ദ്രശേഖരൻ എന്നിവർക്ക് വൈദിക് ബിരുദം ചടങ്ങിൽ കശ്യപാശ്രമം കുലപതി ആചാര്യ MR രാജേഷ് നൽകി. ചടങ്ങുകൾക്ക് ഹിരണ്യ അസോസിയേറ്റ് എഡിറ്റർ അരുൺ പ്രഭാകർ നേതൃത്വം നൽകി. വാർത്തകൾ മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ. പ്രപഞ്ചം നാരായണ ട്രാവൽസ് ചുരുങ്ങിയ ചിലവിൽ ശബരിമല യാത്ര ഓൺലൈൻ ദർശനത്തോടുകൂടി തുലാം 29, 2014 നവംബർ 19 മുതൽ 2015 ജനുവരി 16 പടിപൂജ വരെ പ്രസാദ, താമസ, ഭക്ഷണ സൗകര്യങ്ങളോടുകൂടി യാത്ര പുറപ്പെടുന്നു. ശ്രീ ശബരിമലമേലുദിക്കുന്ന നിർധനരായ 201 സ്വാമിമാർക്ക് സൗജന്യ യാത്ര. വിശദവിവരങ്ങൾക്കും ബുക്കിംഗിനും ഓഫീസുമായോ അടുത്തുള്ള ഏജൻസിയുമായോ ബന്ധപ്പെടുക. ഫോൺ 0495-270-3872. സന്തോഷം തിളങ്ങുന്നൊരാഘോഷം നിമിഷങ്ങളെല്ലാം ഉത്സവം വാഴ്വെന്നും അഴകാം ഉത്സവം. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. ധൂർത്തും അന്ധവിശ്വാസവും മനുഷ്യകുലത്തിന് ആപത്ത് എന്ന വിഷയത്തിൽ SLRC നേതൃത്വത്തിൽ ഏകദിന പഠന സംഗമം നടത്തി. SLRC ലേഡീസ് വിംഗ് ഓപ്പൺ ഗ്രൗണ്ടിൽ മിംസ് മാനേജിംഗ് ഡയറക്ടർ അബ്ദുള്ള ചെറിയക്കാട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. SLRC പ്രസിഡന്റ് P ഹാറൂൺ അധ്യക്ഷം വഹിച്ചു. സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന അന്ധവിശ്വാസങ്ങളെ നേരിടാൻ നിയമനിർമ്മാണം അനിവാര്യമാണെന്ന് KM ഷാജി MLA.
SLRC സംഘടിപ്പിച്ച ധൂർത്തും അന്ധവിശ്വാസവും മനുഷ്യകുലത്തിന് ആപത്ത് എന്ന വിഷയത്തെ അധികരിച്ച് നടത്തിയ പഠന സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. മിംസ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അബ്ദുള്ള ചിറയക്കാട് പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. SLRC പ്രസിഡന്റ് P. ഹാറൂൺ അധ്യക്ഷത വഹിച്ചു. രോഗവും ചികിത്സയും ഇസ്ലാമിക വീക്ഷണത്തിൽ എന്ന വിഷയത്തെക്കുറിച്ച് അഹമ്മദ് അൻസ് മൗലവിയും പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്ന വിഷയത്തിൽ ഹനീഫ് കായക്കൊടി, SLRC ഡയറക്ടർ KV അബ്ദുൽ ലത്തീഫ് മൗലവി എന്നിവർ സംസാരിച്ചു. നിസാർ ഒളവണ്ണ, വളപ്പിൽ അബ്ദുൽ സലാം, K. ഇഫ്തിക്കാർ, K. മുഹമ്മദ് കമാൽ, BV അബ്ദുൽ അസീസ്, KM മുഹമ്മദ് അഷ്റഫ്, KP അബ്ദുൽ ലത്തീഫ് മാസ്റ്റർ, മുസ്തഫ കോവൂർ, M. ഹാരിസ് എന്നിവർ സംസാരിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് SLRC ഈ വിഷയം തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ധൂർത്ത് അതൊരു ആപേക്ഷികമാണ്. പണമുള്ളവൻ അവനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ധൂർത്തായിക്കൊള്ളണമെന്നില്ല. എന്നാൽ അത് കണ്ട് പാവപ്പെട്ടവൻ അതുപോലെ തന്നെ അവനോട് ഒപ്പം പോകാൻ ആഗ്രഹിക്കുമ്പോഴാണ് ഇവിടെ ഈ നമ്മുടെ സമുദായത്തിലും നമ്മുടെ സമൂഹത്തിലും പ്രശ്നങ്ങളും കടബാധ്യതകളും ആത്മഹത്യകളും കൊലപാതകങ്ങളും എല്ലാം നടക്കുന്നതെന്ന് വർത്തമാനകാലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സംഘപരിവാർ സംഘടനകളുടെ ഭീഷണി വകവയ്ക്കാതെയും പോലീസ് വിലക്ക് ലംഘിച്ചും കോഴിക്കോട്ട് നടത്തിയ ചുംബന സമരം അക്രമാസക്തമായി. ചുംബന സമരക്കാർക്കും തടയാത്തിയവർക്കും നേരെ പോലീസ് ലാത്തിച്ചാർജ് നടത്തി. പോലീസ് വിലക്ക് മറികടന്ന് സമരം നടത്തിയ 100ഓളം പേരെ അറസ്റ്റ് ചെയ്തു. സദാചാര പോലീസിനെതിരെ ചുംബന സമരവുമായി 100ഓളം യുവതി യുവാക്കൾ. നേരിടാൻ നിമിഷങ്ങൾക്ക് മുൻപ് നിരോധനാജ്ഞാ പ്രഖ്യാപനം. സമരക്കാരും തടയാനെത്തിയവരും തമ്മിൽ തെരുവ് യുദ്ധം. കേട്ടറിവ് മാത്രമുള്ള സമരകോലാഹലം കോഴിക്കോട് നഗരത്തിൽ സൃഷ്ടിച്ചത് ആശങ്കയുടെ 3 മണിക്കൂർ. കൊച്ചി മെറൈൻ ഡ്രൈവിൽ നടത്തിയ ചുംബന സമരത്തിന്റെ 2ാം ഘട്ടമാണ് കോഴിക്കോട്ട് നടന്നത്. 3:30 പുതിയ ബസ് സ്റ്റാൻഡിൽ സമരം നടക്കുമെന്നാണ് കിസ് ഓഫ് ലവ് പ്രവർത്തകർ പ്രഖ്യാപിച്ചത്. ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ നടത്തിയ പ്രചരണം വഴി 200ഓളം പേർ ഉച്ചയ്ക്ക് മുൻപേ നഗരത്തിലെത്തി. സമരത്തിന് കാഴ്ചക്കാരായ 100 കണക്കിന് ആളുകൾ അതിലും നേരത്തെ ബസ് സ്റ്റാൻഡിൽ ഇടം പിടിച്ചു. സമരം നടത്താൻ പ്രത്യേക അനുമതിയൊന്നും സംഘാടകർ വാങ്ങിയില്ല. ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ ഇടപെടുമെന്ന് പോലീസും പ്രഖ്യാപിച്ചു. വലിയ മുൻകരുതലൊന്നും പോലീസ് കൈക്കൊണ്ടില്ല. സമരക്കാർ എത്തുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് ബസ് സ്റ്റാൻഡിൽ 1/2 കിലോമീറ്റർ ചുറ്റളവിൽ പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. സംഘം ചേരുന്നതും സമരം നടത്തുന്നതുമെല്ലാം വിലക്കി. ഇതൊന്നും വകവയ്ക്കാതെ കിസ് ഓഫ് ലവ് പ്രവർത്തകരായ 100ഓളം പേർ പ്ലേക്കാർഡുകളും ബലൂണുകളും എന്തി പ്രകടനമായി പുതിയ ബസ് സ്റ്റാൻഡിലെത്തി. സദാചാര പോലീസിനെതിരെ മുദ്രാവാക്യം മുഴക്കിയ പ്രവർത്തകരെ ഉടൻ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അറസ്റ്റ് നടക്കുന്നതിനിടയിൽ സമരക്കാർ പരസ്പരം ചുംബിക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെയാണ് 10ഓളം വരുന്ന ഹനുമാൻ സേനക്കാർ സമരക്കാരെ നേരിടാനെത്തിയത്. രാജാജി റോഡിൽ പോലീസ് ഇവരെയും അറസ്റ്റ് ചെയ്തു. ഇരുകൂട്ടരെയും അറസ്റ്റ് ചെയ്തെങ്കിലും സംഘർഷാവസ്ഥ നീങ്ങിയില്ല. സമരക്കാരെ അനുകൂലിച്ചും എതിർത്തും 100 കണക്കിന് കാഴ്ചക്കാർ സ്ഥലത്ത് നിലകൊണ്ടു. പ്രകടനമില്ലാതെ 2-3 പേർ ചുംബിക്കാനായി ബസ് സ്റ്റാൻഡിലെത്തി. നിരോധനാജ്ഞയും ക്രമസമാധാനവും കണക്കിലെടുത്ത് ഓരോരുത്തരെയായി പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കാഴ്ചക്കാർ തമ്മിലും വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായി. ഇവരെ നേരിടാൻ പലതവണ പോലീസ് ലാത്തിച്ചാർജ് നടത്തി. പുതിയ ബസ് സ്റ്റാൻഡിലെ സംഘർഷാവസ്ഥ ഏറെക്കുറെ നിയന്ത്രണാതീതമായപ്പോൾ ചുംബന സമരക്കാർ മാനാഞ്ചിറ കിഡ്സം കുറലിൽ തമ്പടിച്ചു. ചുംബിച്ചും ആശ്ലേഷിച്ചും നിലകൊണ്ട സമരക്കാരെ നേരിടാൻ ശിവസേനക്കാരും മാനാഞ്ചിറയിലെത്തി. സമരക്കാരും ശിവസേനക്കാരും ഏറെ സമയം തെരുവിൽ ഏറ്റുമുട്ടി. ഇരുകൂട്ടർക്കുമെതിരെ പോലീസ് ലാത്തി വീശി. പുതിയ ബസ് സ്റ്റാൻഡിന് പിറകെ മാനാഞ്ചിറയിലും സംഘർഷം ഉടലെടുത്തു. കിസ് ഓഫ് ലവ് പ്രവർത്തകരെന്ന് സംശയിച്ച് നഗരത്തിലെത്തിയവർക്ക് നേരെയും ആക്രമണമുണ്ടായി. കസബ ടൌൺ, നടക്കാവ്, പന്നിയങ്ങര, ചാവായൂർ, എലത്തൂർ, AR ക്യാമ്പ് എന്നിവിടങ്ങളിൽ നിന്നെത്തിയ 200ഓളം പോലീസാണ് സ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്നത്. കിണാശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കം 2014 ദ്വിദിന പഠന ശില്പശാല നടന്നു. കൌൺസിലർ ശ്രീവല്ലി രാമൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് DDE ഡോക്ടർ ഗിരീഷ് ചോലയിൽ മുഖ്യാതിഥിയായിരുന്നു. പ്രമുഖർ ക്ലാസുകൾ എടുത്തു. കിണാശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ഒരുക്കം 2014 എന്ന പേരിൽ പഠന ശില്പശാല സംഘടിപ്പിച്ചു. ശനി, ഞായർ ദിവസങ്ങളിൽ നടന്ന ശില്പശാല കൌൺസിലർ ശ്രീവല്ലി രാമൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് NV നൌഷാദ് അധ്യക്ഷനായിരുന്നു. കോഴിക്കോട് DDE ഡോക്ടർ ഗിരീഷ് ചോലയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പ്രധാന അധ്യാപിക GK ഷീല, VHSC പ്രിൻസിപ്പൽ ഷിത, കൌൺസിലർ KT ബീരാൻ കോയ, മെഹറൂഫ് മണലൊടി, V അബ്ദുൽ ലത്തീഫ്, റസിയ B, M ജയപ്രസാദ്, PK മനോജൻ, ഷിജിത് ഖാൻ, K മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പാറച്ചോട്ടിൽ ബാലചന്ദ്രൻ, നഫീസ് മാസ്റ്റർ, ജവഹർ മുനഹർ, സുബ്രഹ്മണ്യൻ മാസ്റ്റർ, ജോജോ ഫ്രാൻസിസ്, KT ഗോപാലൻ മാസ്റ്റർ എന്നിവർ ക്ലാസുകളെടുത്തു.
കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കൌൺസിലിന്റെ സംസ്ഥാനതല സമുദായ ദിനാഘോഷം കോഴിക്കോട്ട് നടന്നു. സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ MK മുനീർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ 12 രൂപതകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു. കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കൌൺസിലിന്റെ നേതൃത്വത്തിൽ സമുദായ ദിനാഘോഷം സെന്റ് ജോസഫ് ദേവാലയാങ്കണത്തിൽ നടന്നു. കോഴിക്കോട് രൂപത അധ്യക്ഷൻ വർഗീസ് ചക്കാലക്കൽ പതാക ഉയർത്തി. കോഴിക്കോട് രൂപത വികാരി ജനറൽ മോൻ തോമസിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി നടന്നു. വിവിധ രൂപതകളിൽ നിന്നെത്തിയ പ്രതിനിധികളുടെ യോഗം മന്ത്രി ഡോക്ടർ MK മുനീർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക രംഗത്തും ലത്തീൻ കത്തോലിക്കർ നൽകിയ സംഭാവന ഏറെ വലുതാണെന്ന് അദ്ദേഹം പറഞ്ഞു. യോഗത്തിൽ കോഴിക്കോട് രൂപത ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ അധ്യക്ഷം വഹിച്ചു. പങ്കാളിത്തത്തിലൂടെ ജനോന്മുഖ വികസനം എന്ന വിഷയത്തിൽ ജോയ് ഗോത്തിരുത്തും ലത്തീൻ സമുദായത്തിന്റെ വളർച്ചയും ചരിത്രവും സംബന്ധിച്ച് ഷാജി ജോർജും പ്രഭാഷണം നടത്തി. ഫാദർ തോമസ് തറയിൽ, ബെന്നി പാപ്പച്ചൻ, ജോണി മുല്ലശ്ശേരി, ജോസഫ് റിബല്ലോ എന്നിവർ സംസാരിച്ചു. ഫാദർ വില്യം രാജൻ സ്വാഗതവും ഫാദർ മാർട്ടിൻ ഇലഞ്ഞിപ്പറമ്പിൽ നന്ദിയും പറഞ്ഞു. ഇനി മണ്ഡലകാല വിശേഷങ്ങളിലേക്ക്. കൊളത്ര ചുങ്കം അയ്യപ്പ ഭജനമഠത്തിന്റെ നേതൃത്വത്തിൽ കറുപ്പുരാഴി സംഘടിപ്പിച്ചു. ബുധനാഴ്ച ഗണപതി ഹോമത്തോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. അന്നദാനം, ചെണ്ടമേളത്തോടുകൂടിയുള്ള കറുപ്പുരാഴി എന്നിവയ്ക്ക് ശേഷം രാത്രി വെടിക്കെട്ടോടെയോടെ പരിപാടികൾ സമാപിച്ചു. നിരവധി അയ്യപ്പ ഭക്തരാണ് പരിപാടിക്ക് സംബന്ധിക്കാൻ എത്തിയത്. അരീക്കാട് ഉറവംകുളം ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ മണ്ഡല മഹോത്സവത്തോടനുബന്ധിച്ച് ലക്ഷാർച്ചന നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പാടേരി നാരായണ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പരിപാടികൾ നടന്നത്. പുലർച്ചെ 6 മുതൽ ആരംഭിച്ച ലക്ഷാർച്ചന ഉച്ചയ്ക്ക് 1 മണിക്ക് അഭിഷേകത്തോടെ സമാപിച്ചു. വൈകിട്ട് കർപ്പൂരാഴി നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് പരിപാടിയിൽ സംബന്ധിച്ചത്. വാർത്തകൾ ചുരുക്കത്തിൽ. വിദ്യാലയങ്ങളിലെ ഇംഗ്ലീഷ് പഠനം എളുപ്പവും രസകരവുമാക്കാനായി നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൌൺസിൽ ആരംഭിച്ചിട്ടുള്ള ബാബ ഈസി ഇംഗ്ലീഷ് പരിശീലന പദ്ധതിക്ക് കോഴിക്കോട് ജില്ലയിൽ തുടക്കമായി. കൊടുവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ VM ഉമ്മർ മാസ്റ്റർ MLA പദ്ധതിക്ക് തുടക്കം കുറിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൾ റഹീം അധ്യക്ഷത വഹിച്ചു. NCDC മാസ്റ്റർ ട്രെയിനർ ബാബ അലക്സാണ്ടർ, സ്കൂൾ PTA പ്രസിഡന്റ് KP മുഹമ്മദ്, പ്രൊജക്ട് കോർഡിനേറ്റർ ലിബിൻ അലക്സാണ്ടർ, ഫാക്കൽറ്റി ഇൻചാർജ് ചാരുശ്രീ VK എന്നിവർ പ്രസംഗിച്ചു. വിവിധ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി ഡിഫറന്റ്ലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷൻ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പടിക്കലും മറ്റ് 13 ജില്ലകളിലെ കളക്ടറേറ്റുകൾക്ക് മുൻപിലും മാർച്ചും ധർണയും നടത്തും. ഡിസംബർ 10 കോഴിക്കോട് കളക്ടറേറ്റ് പടിക്കൽ നടത്തുന്ന ധർണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘടനാ നേതാക്കൾ പറഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷൻ 55 ഡിവിഷനിലെ YMRC റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, കുടിവെള്ളക്ഷാമം പരിഹരിക്കുക, ഡ്രൈനേജ്, സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് BJP 55 ഡിവിഷൻ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി KT ബിബിൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി P ജയപ്രകാശൻ അധ്യക്ഷം വഹിച്ചു. KP ശിവദാസൻ, അഡ്വക്കേറ്റ് CP സതീശൻ, PK അജിത് കുമാർ, P സുകുമാരൻ എന്നിവർ സംസാരിച്ചു. കേരള കെട്ടിട ബിൽ 2012 എന്ന വ്യാപാരി വിരുദ്ധ ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ഡിസംബർ 9 വ്യാപാരി വ്യവസായി സമിതി നിയമസഭാ മാർച്ച് നടത്തും. വാടകയ്ക്ക് കടകളെടുത്ത് വ്യാപാര വ്യവസായം നടത്തുന്നവരെ ദ്രോഹിക്കുന്നതാണ് പുതിയ കെട്ടിട ബില്ലെന്നും വാടക വർധനവിനെ നിയന്ത്രിക്കുന്ന ഒരു വകുപ്പൊഴികെ ഈ ബിൽ അടിമുടി വ്യാപാരി വിരുദ്ധമാണെന്നും കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് മേഖല അനുദിനം തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് കോഴിക്കോട് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സ്വത്ത് ക്രയവിക്രയം സുഗമമാക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും വസ്തു ഇടപാട് ബ്രോക്കർമാരുടെ തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിസംബർ 29, 30 തീയതികളിൽ ജില്ലയിലെ സബ് രജിസ്ട്രാർ ഓഫീസുകൾക്ക് മുൻപിൽ ധർണാ സമരം നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ആരംഭിക്കാൻ പോകുന്ന സ്പോർട്സ് വില്ലേജിന്റെ പ്രചരണാർത്ഥം മാർച്ച് 8 മലബാർ മാരത്തൺ സംഘടിപ്പിക്കുന്നു. ഇന്ത്യയിൽ ഇതേവരെ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയതും ഏറ്റവും കൂടുതൽ സമ്മാനത്തുക ഉള്ളതുമായ മാരത്തോണാണ് മലബാർ മാരത്തോൺ എന്ന് കോർഡിനേറ്റർ സുനിത ഗോദ്ര വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഫാറൂഖ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് സംഘടിപ്പിക്കുന്ന ദ്വിദിന ദക്ഷിണേന്ത്യൻ മാനേജ്മെന്റ് മീറ്റ് ക്യാൻവാസ് 2014 ഡിസംബർ 10 ആരംഭിക്കും. രാവിലെ ഫാറൂഖ് കോളേജിൽ നടക്കുന്ന ചടങ്ങിൽ ഈസ്റ്റേൺ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ നവാസ് മീരാൻ മാനേജ്മെന്റ് മീറ്റ് ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഴിമതിയും കെടുകാര്യസ്ഥതയും വോട്ട് ബാങ്ക് രാഷ്ട്രീയവും കോൺഗ്രസിന്റെ ചരിത്രമാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ. സഹകരണ ബാങ്കുകളിൽ കള്ളപ്പണ നിക്ഷേപമെന്ന് ആദായനികുതി വകുപ്പ്. അക്കൌണ്ടുകളുടെ ഉറവിടം വെളിപ്പെടുത്തിയില്ലെങ്കിൽ നടപടിയെന്നും ഇൻകം ടാക്സ് കമ്മീഷണർ.
ചുംബന സമരത്തിന് കൂട്ടുനിന്ന പോലീസ് കമ്മീഷണർക്കെതിരെ സർക്കാർ നടപടിയെടുക്കണമെന്ന് AIYF ജില്ലാ സെക്രട്ടറി പി ഗവാസ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.